പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ്. കാരണം ഇന്ത്യ എന്താകും തിരിച്ചടിക്കാൻ പോകുന്നത്, ഏത് തരത്തിലാകും തിരിച്ചടിക്കാൻ പോകുന്നത്, ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പാക് പ്രധാനമന്ത്രി ആശുപത്രിയിലാണ്. നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹം ഉണ്ടാകുമോ തട്ടിപ്പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പാകിസ്ഥാനിൽ നിലനിൽക്കുന്നു. പാക് സൈനിക മേധാവിയെ കാണാനില്ല. ഇന്ത്യ പൊക്കിയതാണോ അങ്ങേര് മുങ്ങിയതാണോ എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ പാകിസ്ഥാനെ പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ജലബോംബ് ഇന്ത്യ ആദ്യത്തെ പ്രകടനം നൽകിയത് വാട്ടർ ബോംബിലൂടെയാണ്. അതുതന്നെ ചനാബ് നദി ഏകദേശം വറ്റി വരേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാൻ വെള്ളമില്ലാതെ, ആഹാര സാധനങ്ങളില്ലാതെ, സൈനികമായും സാമ്പത്തികമായും ഒരു രീതിയിലുമുള്ള മുന്നേറ്റമില്ലാതെ ഇങ്ങനെ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാകും? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചടി നൽകാം. സമയം ചെറുതാണ്, ലക്ഷ്യം വലുതാണ്. ആ ലക്ഷ്യം നിങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കുക. എല്ലാ തീവ്രവാദികളെയും ജീവനോടെ തന്നെ വേണം. കാരണം ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ള തെളിവ് നമുക്ക് വേണം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ശക്തമായ ശബ്ദം നമുക്ക് ഉയർത്തണം. അതിനുവേണ്ടി ഈ തീവ്രവാദികളെയെല്ലാം ജീവനോടെ തന്നെ കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സൈനികർക്ക് ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ എല്ലാം, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു വാർത്ത പ്രകൃതിയും പാകിസ്ഥാനെ ചതിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ വൻ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. കറാച്ചിയിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഏപ്രിൽ 30 ബുധനാഴ്ച വൈകുന്നേരം പാകിസ്ഥാനിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പറയുന്നുണ്ട്. അതായത് രാത്രി 9:58 ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിൽ 50 കിലോമീറ്റർ താഴെയായിരുന്നു എന്നാണ് പറയുന്നത്. 31.08 ഡിഗ്രി സെൽഷ്യസ് വടക്ക് അക്ഷാംശത്തിലും 68.84 ഡിഗ്രി സെൽഷ്യസ് കിഴക്ക് രേഖാംശത്തിലുമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രത്തോളം വലിയ ഒരു ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏപ്രിൽ 12-നുണ്ടായ ഭൂകമ്പം ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിനാൽ തുടർ ചലനങ്ങൾക്ക് ഇത് ഇടയാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. കൂടാതെ നിരവധി പ്രധാന ഭൂകമ്പങ്ങൾ ഈ രാജ്യത്തിന് നേരെയുണ്ട്. ഇത് പാകിസ്ഥാനെ ഭൂകമ്പങ്ങൾക്ക് ഇരയാക്കുന്നുമുണ്ട്. അവയിൽ പലതും പലപ്പോഴും വിനാശകരമായ സ്വഭാവമുള്ളതാണ്. ജീവനും സ്വത്തിനും നാശമുണ്ടാക്കുന്നവയാണ്. ഈ ഏപ്രിൽ 30 നടന്ന ഭൂകമ്പത്തിൽ എത്രത്തോളം ആൾനാശമുണ്ടായി, കൃഷി നശിച്ചു, എത്രത്തോളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി എന്നൊന്നുമുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ പറയുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ കറാച്ചി ഉൾപ്പെടെയുള്ള റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യുറേഷ്യൻ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകളെ ഓവർലോപ്പ് ചെയ്യുന്നു. ബലൂചിസ്ഥാൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശങ്ങൾ, ഹൈബർ പഷ്തൂൺ, ഗിൽറ്റ്, ബാൾട്ടിസ്ഥാൻ പ്രവിശ്യകൾ, ഇറാനിലെ പീഠഭൂമിയിലെ യുറേഷ്യൻ പ്ലേറ്റിന്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധ്, പഞ്ചാബ്, പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ പ്രവിശ്യകൾ ദക്ഷിണേന്ത്യയിലെ ഈ വടക്ക് പടിഞ്ഞാറൻ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2 ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടികൾ ഈ മേഖലയിൽ ശക്തമായ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നു. ഇതാണ് പാകിസ്ഥാനിൽ ഏറ്റവും വലിയ ഭൂകമ്പങ്ങൾക്കിടയാക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു ഭാഗത്തൂടെ ഇന്ത്യ സംഹാര താണ്ഡവമാടാൻ ഒരുങ്ങുകയാണ്. ഈ LOCയിൽ നിന്ന് പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാക് സൈന്യം നെട്ടോട്ടം ഓടുകയാണ്. അതായത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുന്നു, അവിടെ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നു. തിരിച്ച് ഇന്ത്യ ദീപാവലിക്ക് മാലപ്പടക്കം പൊട്ടിക്കുന്നത് പോലെയാണ് തിരിച്ച് അടി തുടങ്ങിയത്. ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് പട്ടാളം വിരണ്ടോടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത്
പാകിസ്ഥാന് ഒരു തരത്തിലും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ത് ചെയ്യണമെന്നറിയാതെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ കാല് പിടിച്ച് യാചിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യയോട് പറഞ്ഞ് നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഊരിത്തരണം, ഞങ്ങളിനി ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ ഇനി തീവ്രവാദത്തിന് മുതിരില്ല, ഞങ്ങളെ ആദ്യം നയതന്ത്രപരമായ പ്രഹരം തന്നു, അത് പോട്ടെ എന്ന് വച്ചെങ്കിൽ പോലും അത് ഞങ്ങളുടെ കൃഷിയെ ജനജീവിതത്തെ അടക്കം ബാധിക്കുന്നുണ്ട്, ആഭ്യന്തര കലകം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധേന എന്ത് വിധേനയും നിങ്ങൾ UN ഇന്ത്യയോട് പറഞ്ഞ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. ഇനി തീവ്രവാദികളെ ഇന്ത്യയുടെ കാൽക്കൽ കൊണ്ടുവച്ച് ക്ഷമാപണം നടത്താനും പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ തയ്യാറാണ് എന്നുള്ളത്. അത്രത്തോളം മാരകമായ പ്രഹരമാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തെ വളർത്തുന്ന ഒരു രാജ്യമാണ്. തീവ്രവാദികൾക്ക് വേണ്ടി എന്തും ചെയ്യാനും ഒരു മടിയുമില്ലാത്തവരാണ് അവർ. കാരണം കടമെടുത്താണെങ്കിലും IS പോലുള്ള ലഷ്കർ-ഇ തയ്യബ പോലുള്ള ഈ തീവ്രവാദ സംഘടനകളെ വളർത്താൻ വലിയ രീതിയിൽ പ്രോത്സാഹനം നടത്തുന്ന ഒരു രാജ്യമാണ്. നേരത്തെ പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒക്കെ വേണ്ടിയാണ് ഇവർ ഈ തീവ്രവാദികളെ വളർത്തിയത്, പാലൂട്ടി വളർത്തിയത്, അതിനൊക്കെ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യക്കെതിരെയാണ് പലപ്പോഴും ഇവർ തീവ്രവാദം വളരെ ശക്തമായി ഉപയോഗിക്കുന്നത്. പഹൽഗാമിൽ പാക് കമാൻഡർ അടക്കം അവിടെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. ആദ്യമായിട്ടാണ് കര, നാവിക, വ്യോമസേന മേധാവികളുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്ന. അത് തന്നെ വലിയൊരു യുദ്ധത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. യുദ്ധം എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യക്കാർ നമ്മളൊക്കെ വിചാരിക്കും വലിയ രീതിയിൽ യുദ്ധമുണ്ടായാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതെ പാകിസ്ഥാൻ ഇനി ഒരിക്കലും തല പൊങ്ങാത്ത രീതിയിൽ പത്തി അടിച്ച് താഴ്ത്തുന്ന തരത്തിലേക്ക് ഇന്ത്യ മുന്നേറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാകിസ്ഥാനിലെ തന്നെ ചില നേതാക്കൾ ചില അഭിമുഖങ്ങളിൽ പറയുന്നത് കേട്ടു, ഇന്ത്യയിൽ മോദി ഒറ്റയ്ക്കാണ്, അവിടുത്തെ കോൺഗ്രസ്സുകാർ, അരുന്ധതി റോയ് അടക്കമുള്ള എഴുത്തുകാർ, മമതാ ബാനർജി, കമ്മ്യൂണിസ്റ്റുകാർ, ചില ഘടകകക്ഷികളൊക്കെ പാകിസ്ഥാനോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവമായി കൂടി നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും അതിനിപ്പം മറുപടി നൽകേണ്ട സമയമല്ല ഇത്. കാരണം ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർ പാക് സ്നേഹികളാണ്, ഇന്ത്യയിലുള്ള കുറേ പേർ പാക് സ്നേഹികളാണ്. അപ്പോൾ ആ പാക് സ്നേഹികളെ ഒക്കെ മറുപടി നൽകേണ്ടതുണ്ട്. അതിപ്പോഴല്ല നമ്മൾ നൽകേണ്ടത്. നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും ദേശസ്നേഹം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇന്ത്യയിൽ ഭാരതത്തിലിരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് സ്വതന്ത്രരായി ജീവിച്ചുകൊണ്ട്, ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഈ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ ശത്രു രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽപ്പിൻ്റെ കൂടി ഒരു ആവശ്യകതയുണ്ട്. കാരണം ജനങ്ങൾ മുഴുവൻ ആഭ്യന്തര കലാപവുമായി രംഗത്തിറങ്ങിയാൽ പാകിസ്ഥാൻ അത് താങ്ങാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ പകുതി എന്നല്ല മുക്കാലും മരിച്ചിരിക്കുന്നു. ഇനി ഒരു കാൽ ഭാഗം കൂടിയേ ഉള്ളൂ. അത് ഇന്ത്യൻ സൈന്യം കയറി മേഞ്ഞ് അതും കൂടി തീർത്തു കൊടുക്കും. അതുകൊണ്ടാണ് പാകിസ്ഥാൻ കരഞ്ഞ് കാല പിടിക്കുന്നത്. ഇന്ത്യ സംഹാര താണ്ഡവം ഒന്ന് നിർത്തണം, പ്രകൃതിയും ഞങ്ങളെ ചതിച്ചു തുടങ്ങിയിരിക്കുന്നു, കൃഷികളൊക്കെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു, മൊത്തത്തിൽ ഞങ്ങളാകെ കൂടി ഒരു ശൂന്യതയിലേക്കാണ് പോകുന്നത്, ഇതൊന്ന് അവസാനിപ്പിക്കണം, ഇനി ഞങ്ങൾ തീവ്രവാദത്തെ വളർത്തില്ല. അപ്പോഴും ഇന്ത്യ പറയുന്നു പഹൽഗാമിലെ 29 ജീവനുകൾക്ക്, നിരപരാധികളുടെ ജീവനുകൾക്ക് ഞങ്ങൾ മറുപടി നൽകിയിരിക്കും. ആ മറുപടി നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും.